ഹലോ ഗൈസ്, സുഖല്ലേ? രാവിലെ റെഡ് ക്രസന്റിന്റെ ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട്. നമ്മളെ കമ്പനിയിൽ നിന്ന് എല്ലാവരും കൂടിയിട്ട് ഗാസയിലേക്ക് നമ്മളാൽ കഴിയുന്ന ചെറിയൊരു സഹായങ്ങളും ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ചില മാളുകളിലെല്ലാം റെഡ് ക്രസന്റിന്റെ ബോക്സുകൾ ഉണ്ട്, അതിലെല്ലാം നിങ്ങളാൽ കഴിയുന്ന സഹായം എത്തിക്കാട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി ബിരിയാണി കഴിക്കണം എന്ന് അജ്മൽ പറഞ്ഞുകൊണ്ട് ഓന്റെ ആഗ്രഹം എങ്ങനെയെങ്കിലും സഫലീകരിക്കണ്ടേ. അങ്ങനെ നമ്മൾ ബിരിയാണി കഴിക്കാൻ പോയി. ഒരു ഒന്നൊന്നര ബിരിയാണി, ഒരു വെറ്റ് വരെ ഇലയിൽ വെക്കാതെ തിന്നിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മളിപ്പോ നമ്മളെ തിന്നാൻ പഠിപ്പിച്ചത്. ഇല്ലെങ്കിൽ നല്ല മേട്ടം തലക്ക് കിട്ടിയായിരുന്നു. അതുകൊണ്ട് ആ ശീലം ഇപ്പോഴും അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ വൈകുന്നേരം നേരെ റൂമിൽ വന്നിട്ട് നമുക്ക് മെസ്സ് നമ്മളത് അങ്ങനെ ചടപടി ഒരു കറി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. മഷ്റൂമാണ് വെക്കുന്നത്. എന്നിട്ട് അജ്മാലിൽ പോയാണ്ട് നാട്ടുകാരിൽ ഇന്ന് ഒരുമിച്ച് കൂടുന്നുണ്ട്. അങ്ങനെ പടപടാന്ന് കറി ഉണ്ടാക്കിയിട്ട് നമ്മൾ നേരെ അജ്മാലിൽ പോയി. എല്ലാവരും എത്തിയിട്ടുണ്ട്. കുറെ ആയി ആൾക്കാരെല്ലാം കണ്ടിട്ട്. 2-3 വർഷമായിട്ട് കണ്ടവരുണ്ട്, കുറെ വർഷങ്ങളായിട്ട് കണ്ടവരുണ്ട്, അടുത്തുണ്ടായിട്ടും കാണാൻ പറ്റാത്തവരും ഉണ്ട്. ഇതിൽ നാട്ടിലത്തെ പോലെ മംഗല നേർച്ച അല്ല, മറ്റുള്ള പരിപാടികളൊന്നും നേടിയില്ലല്ലോ. അതുകൊണ്ട് ആരും തമ്മിൽ കാണുന്നില്ല. വർഷത്തിൽ ഇങ്ങനത്തെ ഒരു പരിപാടി വെക്കുമ്പോ എല്ലാവരും ഒന്ന് കാണല്. അങ്ങനെ എല്ലാവരും കൂടി കഥകളും പറയുന്നുണ്ട്, ഓരോരാളെ അനുഭവങ്ങളും വന്ന കഥകളും അങ്ങനെ പറഞ്ഞ് ഫുഡെല്ലാം ആയിട്ടുണ്ട്. നല്ല നെയ്യിലെ നെയ്ച്ചോറും ബീഫ് കറിയും ഇർഷായിച്ചാന്റെ റൂമിലാണ് റെഡിയാക്കി. അങ്ങനെ എല്ലാവരും ഇരുന്നിട്ട് കഴിക്കാൻ തുടങ്ങി. ഒരു പ്ലേറ്റ് എടുത്തിട്ട് നമ്മളും കഴിക്കാൻ തുടങ്ങി. പണ്ട് നബിദിനത്തിന് പാടിയ പാട്ടുകളിൽ ഓരോരാളായിട്ട് പാടുന്നുണ്ട്. അതെല്ലാം കേട്ടിട്ട് നമ്മളവിടെ ഇരിക്കുന്നുണ്ട്. ഓരോരോ പാട്ട് കേട്ടിട്ട് ചിരിച്ചുകൊണ്ടുണ്ട്. കാരണം കൈവറിയും അതൊന്നും ഇപ്പോഴും പോവാത്തവരുണ്ട് കേട്ടോ. ഇതൊക്കെയല്ലേ രസങ്ങള്. അങ്ങനെ ജബൽ ഹഫീദിൽ വന്നിട്ട് നമ്മളൊരു ചായലും കുടിക്കാന്നുള്ള പരിപാടിയിലാണ്. അങ്ങനെ മൂപ്പര് ചായലും ഉണ്ടാക്കുന്നുണ്ട്. നല്ലൊരു സുലൈമാനിയും കുടിച്ചുകൊണ്ട് പഴയ കഥകളെല്ലാം കേട്ടിട്ട് നമ്മളാടുന്ന് മടങ്ങിയ. അപ്പൊ ഓക്കെ, ബായ്.